ഹലോ ഡിയേഴ്സ്, അപ്പൊ നമുക്ക് ഒരു മാർക്കിന് വരാവുന്ന ചോദ്യങ്ങളൊന്ന് നോക്കാം. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമോട് കെട്ടി ഏത് കവിതയിലെ വരികളാണ്? ഇത് ബാലലീല എന്ന് പറയുന്ന കവിതയിലെ വരിയാണ് കേട്ടോ. ഇനി അടുത്തത്, മലാല എന്തുകൊണ്ടാണ് ഈ ദിനം തനിക്കല്ല ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? തനിക്ക് വേണ്ടി മാത്രമല്ലാതെ അവളെ പോലുള്ള നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താണ് വേണ്ടി പോരാടിയത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്? അല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഈ ദിനം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് പോരാടുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും, അല്ലെ, അവൾക്ക് ഒറ്റയ്ക്കല്ല, അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ചേതന ആരാചാരായി പ്രവർത്തിക്കാൻ തയ്യാറായത് അവളുടെ ഏത് മനോഭാവം കൊണ്ടാണ്? എന്തൊക്കെ മനോഭാവം ഉണ്ടായിരുന്നു അവൾക്ക്? ആരാചാർ എന്ന ജോലി ഒരാളുടെ ദൗത്യം എന്ന നിലയിലാണ് അവൾ കണ്ടത്. സത്യമല്ലേ? അവൾ ഒരു ദൗത്യമായിട്ടാണ് അത് ഏറ്റെടുത്തത്. അവൾ ഭയമില്ലാത്ത ചിന്താശേഷിയുള്ള ആധുനിക സ്ത്രീയുടെ പ്രതിനിധിയാണ്. ശരിയാണ് അല്ലെ? ഒരു ഭയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സഞ്ജയ് കുമാർ മിത്രയുടെയൊക്കെ ചോദ്യങ്ങൾക്ക് അവൾ മുന്നിൽ എന്താണ് പതറാതെ നിൽക്കുന്നത്. സാമ്പത്തിക പരാധീനത മൂലം ഈ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. സാമ്പത്തികമായിട്ട് മോശമാണെങ്കിലും അത് മാത്രമല്ല അവൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്. തലമുറകളായി കൈമാറ്റപ്പെട്ടു എന്ന ജോലി ആയതുകൊണ്ട്, അതുകൊണ്ട് മാത്രമല്ല, മെയിനായിട്ട് എന്താണ് അല്ലെ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവൾ ഈ ജോലി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്താണ്? ഓപ്ഷൻ എയും ബിയും ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ആ രീതിക്ക് നിങ്ങൾ പഠിച്ചോളണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ചോദ്യം വരിക. ഏതൊക്കെയാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം എന്ന് നോക്കുക, അല്ലാത്തത് എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കി വിടാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.